എന്നെയാണ് ഏൽപ്പിച്ചത് പുള്ളിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനോ. അതേപോലെ പുള്ളി ആക്ച്വലി അങ്ങനെ ദേഷ്യപ്പെടുന്നൊരു പ്രകൃതമല്ലല്ലോ, കൂളായിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ പുള്ളിനോട് ഞാൻ പറഞ്ഞ് ഒന്ന് കുറച്ചും കൂടി ഫേസിൽ ഒരു അഗ്രസീവായിട്ട് അങ്ങനെ ഒരു സാധനം പിടിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞ് ഞാൻ ജീവിതത്തിൽ ആരോട് ദേഷ്യപ്പെട്ടിട്ട് പോലും ഇല്ല, പിന്നെ ആരും ഓടിക്കാൻ പണിയായിരിക്കും. ഒരു പഞ്ചഭാവം അല്ലേ, ഭയങ്കര പാവം, ആർക്കും ശല്യമില്ല, ഇല്ല ഒരു ഉപദ്രവകാരിയല്ല, ഭയങ്കര ഓവർ പാവം എന്ന് പറയാം. ആള് മാർഷൽ ആർട്ട് ഒരു ട്രെയിൻഡ് ആയ ആളൊന്നുമല്ല, പക്ഷേ ആളുടെ പഞ്ചിനൊക്കെ ഒരു പവർ ഫീൽ ചെയ്യും. ചില ബോഡി ടൈപ്പിൽ അങ്ങനെ ഉണ്ടാവും. അതിൻ്റെ കൂടെ കുറേ അധികം നല്ല അടിപ്പടങ്ങളിൽ അഭിനയിച്ചല്ലോ. ഈ പടത്തിൽ തന്നെ പെപ്പയ്ക്ക് 2-3 അപകടം ഉണ്ടായിരുന്നു. ഒന്ന് തായ്ലൻഡിൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റിൽ എന്താ സംഭവിച്ചത്, ഡ്യൂപ്പൊന്നും ഇല്ലാണ്ടാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒരു മരത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കൈ പോയിട്ട് ഒരു മരത്തിൽ ഭയങ്കര സ്പീഡിലിടിച്ച്, എന്നിട്ട് കുറേ സമയം റെസ്റ്റ് ഉണ്ടായത്. പിന്നെ ജിമ്മിൽ എന്തോ വെയിറ്റ് ട്രെയിനിങ് ചെയ്തപ്പോൾ ഈ പടത്തിന് വേണ്ടി ഫിറ്റ് ആകാനുള്ള ഒരു ചെറിയൊരു സമയമായിരുന്നു. ആ സമയത്ത് ചെയ്തപ്പോൾ അതിലും കുറച്ച് ഇഞ്ചുറി, പിന്നെ 2-3 ഇഞ്ചുറി ആയിരിക്കും പടത്തിൽ. ഹലോ ഹായ് നമസ്കാരം, ഇറ്റ്സ് മീ ഷിബിനാട്സൺ ബറുവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഇൻ്റർവെൽ ടോക്സ്. സോഷ്യൽ മീഡിയയിൽ ഫിറ്റ്നസ് വീഡിയോസിലൂടെ ഏറെ പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇന്ന് എന്നോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. ഏറെ പ്രിയപ്പെട്ട അഷ്റഫ് ബ്രോ, നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൂവിയുമായി ബന്ധപ്പെട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു പ്രക്രിയ താങ്കൾ ചെയ്തു എന്നാണ് ആക്ച്വലി ഈ സിനിമയിൽ കാട്ടാളൻ എന്ന് പറയുന്നത് ഇപ്പോൾ 28-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന പെപ്പയുടെ പടം, ഷെരീഫ് ഖായുടെ 2ാമത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം. അപ്പോൾ ഇതിൽ ഈ സിനിമയിലുള്ള കുറച്ച് ആർട്ടിസ്റ്റിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് എനിക്ക് കിട്ടിയത്. ആക്ച്വലി സിനിമയിൽ ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്യുന്ന ആദ്യത്തെ സിനിമയും കൂടിയാണിത്. അപ്പോൾ പെപ്പയും അതേപോലെ നമ്മളെ മാർക്കോയിലെ വില്ലനായിട്ടുള്ള കബീർ സിംഗ്, പിന്നെ നമ്മളെ ഹനാൻ ഷാ, അങ്ങനെ കുറേ ആൾക്കാർ. ഹനാൻ ഷാ അതിൽ ചാനലിൻ്റെ മെയിനാ. അതെ, ഞങ്ങളുടെ ചാനലാണ് ഗാലറി വിഷൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ഞാൻ വർക്ക് ചെയ്യുന്ന മറ്റൊരു ചാനലാണ്. ഒരുപാട് പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറാണ്. സെറ്റ്. അപ്പോൾ പുള്ളിക്കാരനും ട്രെയിനിങ് കൊടുക്കാൻ പറ്റി. പുള്ളിയും ഫസ്റ്റാണല്ലോ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു കോമഡി ഉണ്ടായിരുന്നു. അതായത് എന്നെയാണ് ഏൽപ്പിച്ചത് പുള്ളിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനോ. അതേപോലെ പുള്ളി ആക്ച്വലി അങ്ങനെ ദേഷ്യപ്പെടുന്നൊരു പ്രകൃതമല്ലല്ലോ, കൂളായിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ എന്നോട് ഡയറക്ടർ പറഞ്ഞ് പുള്ളിനെ കുറച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കണം, പിന്നെ ഈ നടക്കുമ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനത്തെ പരിപാടിക്ക് പിടിക്കണം. അപ്പോൾ പുള്ളിനോട് ഞാൻ പറഞ്ഞ് ഒന്ന് കുറച്ചും കൂടി ഫേസിൽ ഒരു അഗ്രസീവായിട്ട് അങ്ങനെ ഒരു സാധനം പിടിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞ് ഞാൻ ജീവിതത്തിൽ ആരോട് ദേഷ്യപ്പെട്ടിട്ട് പോലും ഇല്ല, പിന്നെ ആരും ഓടിക്കാൻ പണിയായിരിക്കും. ഒരു പഞ്ചഭാവം അല്ലേ, ഭയങ്കര പാവം, ആർക്കും ശല്യമില്ല, ഇല്ല ഒരു ഉപദ്രവകാരിയല്ല, ഭയങ്കര ഓവർ പാവം എന്ന് പറയാം. അങ്ങനെ ചെയ്തിട്ട് അവസാനം സിനിമയിൽ ഔട്ട് വന്നപ്പോൾ ഭയങ്കര രസമായിട്ടുണ്ട്. ട്രെയിലറിൽ ഇപ്പോൾ നമ്മൾ കണ്ടായിരുന്നല്ലോ. അല്ല, ഹനാൻ ഷായുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും നർമ്മമോ അല്ലെങ്കിൽ വിഷമം തോന്നുന്ന കാര്യമോ അങ്ങനെ എന്തെങ്കിലും? അല്ല, അങ്ങനൊന്നുമില്ല. ഈ സിനിമയുടെ ഭാഗമായിട്ട് കുറച്ച് ദിവസം നമ്മൾ ഒരുമിച്ച് റൂമിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനും അനാൻഷും ഒന്നിച്ചാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ പാട്ടാണെങ്കിലും അത്രയും ഡീപ്പായിട്ട് അറിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ അങ്ങനെ അത്ര ക്ലോസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത് കുറച്ച് ദിവസം ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായത്, എത്ര പരിചയപ്പെട്ട് മനസ്സിലായത് ഭയങ്കര പാവം ഉള്ളതാണ്. ചീത്ത സൈഡ് ഇപ്പം മനുഷ്യന്മാർക്ക് എന്തായാലും ഉണ്ടാവും, ബട്ട് അത്രയും നമുക്ക് അറിയില്ല കേട്ടോ. എങ്ങനെയാണ് കാട്ടാളൻ മൂവിയിലേക്ക് എത്തപ്പെടുന്നത്? എങ്ങനെയാണ്? ആക്ച്വലി ആൻസൺ പോൾ എന്ന് പറഞ്ഞിട്ടൊരു ആക്ടറുണ്ട്, മാർക്കോ സിനിമയിലൊക്കെ ഉള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ ക്ലാസ്സിൽ ട്രെയിനിങ്ങിന് വരാറുണ്ട് അവിടെ കാക്കനാടുള്ള. അപ്പോൾ അങ്ങനെ പുള്ളിയാണ് സജസ്റ്റ് ചെയ്തത്. ആക്ച്വലി ഷെരീഫ് ഖാഡ് പറഞ്ഞ നമ്മളെ ഒരാളുണ്ട്. അങ്ങനെ പിന്നെ ഷെരീഫ് ഖാൻ്റെ ടീം കോൺടാക്ട് ചെയ്ത് ഷെരീഫ് മുഹമ്മദ് അതിൻ്റെ പ്രൊഡ്യൂസർ, മാർക്കോയുടെ പ്രൊഡ്യൂസറായിരുന്നു. ഇപ്പോൾ ഇത് പുള്ളിക്കാരൻ്റെ 2ാമത്തെ സിനിമ. അപ്പോൾ പുള്ളിക്കാരനെ മാരിറ്റേഴ്സിന് മീറ്റ് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു മാക്സിമം എല്ലാവരും ട്രെയിൻ ചെയ്തെടുക്കണം, നല്ല ഫ്ലെക്സിബിൾ ആക്കണം, കുറേ അധികം ഫൈറ്റ്സ് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പെപ്പേനെ ഫ്ലെക്സിബിൾ ആക്കണം, പിന്നെ ബാക്കി കൂടെയുള്ള ആൾക്കാരെ പറഞ്ഞു. അതിലേക്ക് തന്നെ പോകും. നമ്മുടെ പ്രധാനപ്പെട്ട കഥാപാത്രം പെപ്പയാണ്. പെപ്പയുമായിട്ടുള്ള എങ്ങനെ അദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത്, സുരേഷ് ഗോപി കഴിഞ്ഞാൽ ആക്ഷൻ സൂപ്പർ ഹീറോ ആയിട്ട് മലയാളത്തിൽ ഇനിയിപ്പോൾ മലയാള സിനിമയെ കൊണ്ടു നടക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് പെപ്പേനെ പരിഗണിക്കുന്നത്. എങ്ങനെയുണ്ട് ആക്ഷൻ? പുള്ളിയുടെ മെയിൻ തിങ് എന്ന് വെച്ചെങ്കിൽ ആള് മാർഷൽ ആർട്ട് ഒരു ട്രെയിൻഡ് ആയ ആളൊന്നുമല്ല, പക്ഷേ ആളുടെ പഞ്ചിനൊക്കെ ഒരു പവർ ഫീൽ ചെയ്യും. ചില ബോഡി ടൈപ്പിൽ അങ്ങനെ ഉണ്ടാവും. ചില ഹീറോസ് ചെയ്ത സാധാരണ സെയിം പഞ്ച് തന്നെ ആയിരിക്കും, ബട്ട്
ചില ആൾക്കാർ ചെയ്യുമ്പോൾ പവർ എക്സ്ട്രീം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഓൾറെഡി പുള്ളിക്കാരൻ അങ്ങനെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ കൂടെ കുറേ അധികം നല്ല അടിപ്പടങ്ങളിൽ അഭിനയിച്ചല്ലോ. അടിപ്പടം മാത്രം അഭിനയിക്കും, അടിപ്പടം മാത്രമാണ് മോസ്റ്റ്ലി അങ്ങനെയാണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ് പുള്ളിക്കാരന്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ വന്നപ്പോൾ കുറച്ചും കൂടി കാല് കൊണ്ടുള്ള പരിപാടി, മോസ്റ്റ്ലി പുള്ളിക്കാരൻ കൈ വെച്ചാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് കാല് ഫ്ലെക്സിബിൾ ആക്കുക അങ്ങനെയുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും ഇനിയും വരുന്ന കുറച്ച് കാലം അല്ലെങ്കിൽ അധികം കാലം നല്ലൊരു ഫൈറ്റ് മാത്രമല്ല, അതിൽ മാത്രം നിൽക്കേണ്ട ഒരാളല്ല, ഭയങ്കര കേപ്പബിൾ ഉള്ള ഒരാളാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഭയങ്കര ഞാൻ അഭിനയിക്കുമ്പോൾ കണ്ടപ്പോൾ തോന്നിയത് ഒരുപാട് സംഭവം കൊണ്ടുവരാനുണ്ടാവും. അപ്പോൾ ഫൈറ്റിൽ മാത്രം നിൽക്കേണ്ട ഒരാളല്ല, എല്ലാ ടൈപ്പ് ഓഫ് ആക്ടിങ്ങും ഇനി ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. കൂടെ ഫൈറ്റിലാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ബെറ്റർ ആണ്. ഒരു പെപ്പയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ? നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന നല്ല നല്ല എന്തെങ്കിലും അനുഭവം? പുള്ളി അപകടങ്ങൾ വല്ലതും ഉണ്ടായോ? അപകടം ഈ പടത്തിൽ തന്നെ പെപ്പയ്ക്ക് 2-3 അപകടം ഉണ്ടായിരുന്നു. ഒന്ന് തായ്ലൻഡിൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റിൽ. എന്താ സംഭവിച്ചേ? ഡ്യൂപ്പൊന്നും ഇല്ലാണ്ടാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒരു മരത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കൈ പോയിട്ട് ഒരു മരത്തിൽ ഭയങ്കര സ്പീഡിൽ ഇടിച്ച്, എന്നിട്ട് കുറേ സമയം റെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ജിമ്മിൽ എന്തോ വെയിറ്റ് ട്രെയിനിങ് ചെയ്തപ്പോൾ ഈ പടത്തിന് വേണ്ടി ഫിറ്റ് ആണുള്ള ഒരു ചെറിയൊരു സമയമായിരുന്നു. ആ സമയത്ത് ചെയ്തപ്പോൾ അതിലും കുറച്ച് ഇഞ്ചുറി. പിന്നെ 2-3 ഇഞ്ചുറി ആയിരിക്കും പടത്തിൽ. പുള്ളിക്കാരൻ ഭയങ്കര നൈസാണ് കേട്ടോ, ഭയങ്കര സിമ്പിൾ ഗൈ. അല്ല, അങ്ങനെയാ പൊതുവെ അറിയപ്പെടുന്നതും. അതായത് ഭയങ്കര അല്ലേ? അതെ, ഭയങ്കര സിമ്പിളാണ്. കൊള്ളായിരുന്നു, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ ഇനി ഇറങ്ങുമ്പോൾ കണ്ടോ ഏതെങ്കിലും പോർഷൻസ്? ഈ ട്രെയിലർ അല്ലാതെ മറ്റേ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. വലിയ പ്രതീക്ഷ തന്നെയാണ്. പ്രതീക്ഷയുണ്ട് ഉറപ്പായിട്ടും. അല്ല, എങ്ങനെയാണ് ഈ അതായത് ബ്രോ ചെയ്യുന്ന എന്താണ്, കൊറിയോഗ്രാഫർ ആണോ അതോ? അല്ല, കൊറിയോഗ്രാഫർ അല്ല, സ്റ്റണ്ട് മാസ്റ്റേഴ്സ്. ഇതിന് തമിഴ്നാട്ടിൽ നിന്നുള്ള, പൊതുവെ മലയാളം സിനിമ അധികം കൊറിയോഗ്രാഫി ചെയ്യുന്ന തമിഴ്. ആരാണ് ഈ പടത്തിന്റെ ആരാ ചെയ്യുന്നത്? സന്തോഷ് എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം പടത്തിൽ ഇപ്പോൾ കയറി വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണ് അതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ. ഞാൻ ഇതിൽ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കും. അതായത് ചിലപ്പോൾ പോസ്ചർ കറക്റ്റ് ആയിരിക്കില്ല, പിന്നെ അതേപോലെ കാലുകൊണ്ട് അധികം കിക്സ് ഒന്നും മലയാളത്തിൽ അധികം ആരും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ ആ സിനിമയിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റണ്ട് ട്രെയിനർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഏരിയ. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, അതായത് എന്നോട് പറഞ്ഞു ഈ ഹാൻഡ് അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതൊക്കെ പലർക്കും ചെയ്യാൻ പറ്റും, പക്ഷെ കാൽ ഉപയോഗിച്ച് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ്. അതെന്താണ്, എനിക്ക് ക്ലിയർ ആയില്ല. അത് ആക്ച്വലി ബുദ്ധിമുട്ടുണ്ടെന്നല്ല, കൈ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു അപവാദമാണ് അല്ലേ? അല്ലേ, അതിനൊരു എന്താ പറയുക, മമ്മൂക്ക ചെയ്യുന്ന പല ക്യാരക്ടറുകളിലും നെഞ്ചിനും മുകളിൽ, അതായത് ഈ പ്രായത്തിലും 10, 65, 66 വയസ്സിൻ്റെ ഇടയിൽ, ഇപ്പോൾ 73, 74 ഈ 66, 67 വയസ്സിലാണെന്ന് തോന്നുന്നു എനിക്ക്. ഷൈലോക്ക് ഇറങ്ങിയത് ആ സമയത്താണെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്തൊരു രംഗമുണ്ട്, നെഞ്ചിൻ്റെ മുകളിൽ ചവിട്ടുന്ന ഒരു, അതെ, കാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി അല്ലേ? ഓക്കെ. അല്ല, സാധാരണ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ആക്ച്വലി ഫൈറ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ കൈ കൊണ്ട് ഇങ്ങനെ തടയുക, കൈ കൊണ്ട് പഞ്ച് ചെയ്യുക. ആക്ച്വലി കാലുകൊണ്ടും അത്ര ടഫായിട്ടുള്ള പരിപാടിയല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കൊറിയോഗ്രാഫേഴ്സ് സെയിം ഡിസൈൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമ ഒക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര വെറൈറ്റി ആയിരിക്കും, കുറേ ജമ്പിങ്സ്, അതേപോലെ ഫ്ലിപ്സ്, അതേപോലെ കിക്ക് എല്ലാം ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും കൈ കൊണ്ടാണെങ്കിലും. മലയാളത്തിൽ അത്രയും സംഭവം ഒന്നും എത്തിയിട്ടില്ല എന്നാണ് ഇതുവരെ. പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഫൈറ്റ് മാസ്റ്റേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിലത്തെ അല്ലാത്ത ഓസ്ട്രേലിയന്നും അമേരിക്കൻസ് വരെ ഇപ്പോൾ മലയാള സിനിമയിൽ ഫൈറ്റ് മാസ്റ്ററായിട്ട് വരുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവും ഫൈറ്റ്. സാധാരണ കൈ കൊണ്ട് ഇടിക്കുന്നത് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ കാലാണെങ്കിലും ലാലേട്ടൻ്റെ കാലാണെങ്കിലും നല്ല ഹൈറ്റിൽ പൊങ്ങുന്നുണ്ട്. ബട്ട് അവരെ കുറച്ച് അധികം സാധനം നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവും, നല്ലൊരു ഔട്ട്പുട്ട്. അപ്പോൾ അതാണ് ബ്രോയുടെ സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്, അതാണ് അല്ലേ? അതായത് ശരീരത്തിന്റെ നാനാതുറങ്ങളും വഴക്കിയെടുക്കുക, ഫ്ലെക്സിബിൾ ആക്കുക എന്നുള്ളത്, പുതിയ കിക്സ് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. അതായത് ഈ സിനിമയിൽ കുറച്ചധികം പുതിയ കിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് സിനിമ റിലീസായപ്പോഴേ നമുക്കൊക്കെ മനസ്സിലാവാൻ പറ്റും അത് എത്രത്തോളം ഇത് ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ബട്ട് ഔട്ട് ഇറക്കുമ്പോഴേ ശരിക്കും അറിയില്ല. അതായത് ആക്ഷൻ കൊറിയോഗ്രാഫർ എന്ന രീതിയിൽ പയ്യെ കയറി വരാനുള്ള ഒരു ആഗ്രഹമാണോ? അങ്ങനെ ആക്ച്വലി ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ലൊരു ഏരിയ. കരാട്ടെ മാസ്റ്ററാണ് കൂടെ
മിക്സഡ് മാർഷൽ ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്, MMA എന്ന് പറഞ്ഞിട്ട്. അതും ഞാൻ 2 വർഷം യൂറോപ്പിൽ ട്രെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ കരാട്ടെ മാത്രമായിട്ടല്ല, ഇവർക്കൊന്നും ഞാൻ കരാട്ടെ ആയിട്ടല്ല എടുത്തത്, എല്ലാ മാർഷൽ ആർട്ടിലും സിനിമയിൽ എങ്ങനെ അത് യൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ. അങ്ങനെ അല്ല, MMA അംഗമാണെന്ന് പറഞ്ഞു, കിട്ടിയിട്ടുണ്ടോ ഇടി? നല്ല പഞ്ചുവല്ലോ ആരുടെയെങ്കിലും? MMA ഞാൻ പ്രാക്ടീസ് ചെയ്തിന്. അതേപോലെ മത്സരത്തിൽ ഫുൾ കോണ്ടാക്റ്റിലാണെങ്കിലും മറ്റേതിലും ഇറങ്ങിയിട്ടുണ്ട് ഒരു സമയത്ത്. 2010 അന്നത്തെ അനുഭവം ഒന്ന് കേൾക്കട്ടെ. സത്യം ഇല്ല, അടികൊള്ളും, ഉറപ്പായിട്ടും അടികൊള്ളും. ഞാൻ ഒരു 5-8 പ്രാവശ്യം ജയിച്ചിന് ആക്ച്വലി, നാഷണൽ ചാമ്പ്യൻഷിപ്പ് പോലത്തെ എല്ലാം. പിന്നെ 2019 ശേഷം ഞാൻ മത്സരത്തിനൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അടി എന്തായാലും ഉറപ്പായിരിക്കും കിട്ടും. നമ്മള് ആ ഒരു അനുഭവം പറഞ്ഞു. അടി കുറെ അടി അങ്ങനത്തെ അനുഭവങ്ങൾ ഫേസിൽ അങ്ങനെ ഡീപ്പായിട്ടുള്ള അടിയല്ല, കാലൊക്കെ നമുക്ക് ഭയങ്കര ചോദിക്കുന്നത്. ഈ ഇത് UFC അല്ലെങ്കിൽ MMA ഒക്കെ എന്ന് പറയുന്നത് കയ്യിലൊരു ഗ്ലൗസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി പിന്നെ ചില മത്സരത്തിന് ചില റൂൾസ് ഉണ്ടാവും. UFC എന്ന് പറയുമ്പോൾ എക്സ്ട്രീമാണ്, ഭയങ്കര ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മത്സരമാണ്. ഓക്കെ, അപ്പോൾ അതിലൊന്നും മത്സരിക്കാനുള്ള ആ ഒരു ലെവലല്ലേ. അല്ല, ഈ അടുത്ത് നമ്മുടെ ഒരുപാട് വൈറലായ അല്ലെങ്കിൽ ചർച്ചാ വിഷയമാക്കപ്പെട്ട ഒരു വിഷയമാണ് മണവാളൻ്റെ വിഷയം. ഇവിടുത്തെ ഒരു ബോക്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ലോക്കൽ, എനിക്ക് തോന്നുന്നു ലോക്കൽ രീതിയിലുള്ള ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ഓപ്പൺ ചെറിയ അല്ലെ, ഒരു ചെറിയൊരു സംഘടന നടത്തിയ പ്രോഗ്രാം എന്ന രീതിയിലാണ്. പക്ഷെ അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി. പിന്നീട് മറ്റ് മത്സരാർത്ഥികളോട് ഏറ്റുമുട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നിലവിൽ ഒരനക്കവും ഇല്ല. അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് ആക്ച്വലി മണവാളം എന്തായാലും അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, കാരണം ഈ ഒരു മേഖല കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ സ്റ്റഡി നടത്തിയില്ല. റീൽസ് കുറച്ച് കണ്ട എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. പുള്ളിക്കാരനെ ആക്ച്വലി മാർഷൽ ആർട്ട് ഒരു പ്രൊഫഷണൽ ഇത് പ്ലെയർ ഒന്നും അല്ലല്ലോ. പുള്ളി ആ ഒരു ഇതിലിറങ്ങിയതായിരിക്കും. പുള്ളീനെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, കാരണം പുള്ളി കിട്ടിയ ഓപ്പോണന്റിനോടല്ലേ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ. പുള്ളിക്ക് കിട്ടിയ ഓപ്പോണന്റ് ഒരു ബിഗിനർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ സംഭവം ഉണ്ടായത്. ചിലപ്പോൾ നല്ല പ്ലേയേഴ്സിന് കിട്ടിയ ചിലപ്പോൾ തോക്കുമായിരുന്നു, ചിലപ്പോൾ 2 ചാൻസ് ഇപ്പോഴും ഉണ്ട്. അല്ല, ഒരു തവണ ആദ്യം മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. അതെ, വേറെ ഏതോ മത്സരത്തിൽ ആദ്യം പരാജയപ്പെട്ടിരുന്നു. ഈ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത് ജയിച്ച ഒരു സംഭവമാണ്. അപ്പോൾ അതൊരു ഇങ്ങനെ സ്ക്രിപ്റ്റഡ് പരിപാടിയല്ല ആക്ച്വലി, നന്നായിട്ട് ചെയ്തത് തന്നെ. ബട്ട് പുള്ളിക്ക് കിട്ടിയ ഓപ്പോണന്റ് ഭയങ്കര ബിഗിനറായി എന്നാണ് പിന്നീട് മനസ്സിലായത്. അത് ചെറിയൊരു ചാമ്പ്യൻഷിപ്പും ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നമുക്ക് തന്നെ ആർക്കും അന്വേഷിച്ചപ്പം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടും ഇവിടെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് A to Z ആ നടത്തിയ സ്പാർട്ടൻസ് എന്ന് പറഞ്ഞ ക്ലബിന്റെ ഓണർ വരെ വിളിച്ചിരുന്നു, ചെങ്കിസ് ഖാൻ അറിയാമോ? ജോയ്സ് സാർ അല്ലേ? ജോയ്സ് സാർ അങ്ങനെ എന്തായാലും തോന്നുന്നു. ജോയ്സ് സാറാണ് അതിന്റെ ആക്ച്വലി അതിന്റെ ഓണറും തോന്നുന്നു. പിന്നെ അറിയില്ല, ഇതിൽ പാർട്ട്നേഴ്സ് ഉണ്ടാവുമായിരുന്നു. ഓക്കെ. അപ്പോൾ ഞങ്ങളറിയാം, ഞങ്ങളോട് പറഞ്ഞത് അത് എന്ന് പറഞ്ഞത് ഒരു പക്ക ഒരു ഇതൊന്നും പറയാൻ പറ്റില്ല. ഉള്ള ആൾക്കാരെ വെച്ച് ചെറിയ രീതിയിൽ അവർ സംഘടിപ്പിച്ച ഒരു ചെറിയൊരു പ്രോഗ്രാം എന്ന് മാത്രമേ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അല്ലാതെ വലിയ ഈ നാഷണൽ ലെവലിലേക്കോ അല്ലെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ ബ്രോ പങ്കെടുത്തത് MMA-ലാണ്? അല്ല, ഞാൻ മത്സരിച്ചതൊക്കെ കരാട്ടെ ചാമ്പ്യൻഷിപ്പ്. MMA-ൽ ഞാൻ മത്സരിക്കാൻ ഇറങ്ങിയിട്ടില്ല. ബട്ട് 2 വർഷം യൂറോപ്പിൽ വെച്ചിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ജർമ്മനി, ഫ്രാൻസ് അങ്ങനത്തെ രാജ്യത്തെല്ലാം വെച്ചിട്ട്. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ അടിപൊളി, ഭയങ്കര. അല്ല, ഒന്ന് അപ്ഡേറ്റ് ആവണ്ടേ നമ്മളിപ്പോൾ ഒരേ സ്റ്റൈലിൽ നിൽക്കുമ്പോൾ തീരെ അത്ര അറിവ് മാത്രമേ ഉണ്ടാവും. അങ്ങനെ ഇപ്പോഴാണെങ്കിലും ഇനിയും നെക്സ്റ്റ് ഇയറിലൊക്കെ ഞാൻ കുറച്ചും ഇത്തരത്തിലുള്ള ഈ ഒരു മേഖലയിലേക്ക് വരാൻ പ്രചോദനമായത് എന്താണ് സംഭവം? കാരണം അങ്ങനെ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയല്ല അല്ല. എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിൽ പോലും വളരെ ചുരുക്കം പേരേ ഉള്ളൂ ബ്രോ ചെയ്യുന്ന ടൈപ്പ് കണ്ടന്റ് ചെയ്യുന്ന വളരെ ചുരുക്കം പേരേ ഉള്ളൂ. എങ്ങനെയാണ് ഇത് പണ്ടോട്ട് അടിയിടി? അല്ല, ആക്ച്വലി ചെറിയ ഞാൻ 10 വയസ്സുള്ളപ്പോൾ എന്നെ ഉമ്മ കൊണ്ടുപോയിട്ട് ചേർത്താണ്. അടുത്തൊരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേർന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിൽ ഭയങ്കര സംഭവമാണെന്ന് മനസ്സിലായി. നമ്മളെ ഫിസിക്കൽ ഫിറ്റും ആയിരിക്കും, അതേപോലെ മെൻ്റലി കുറേ ബെനിഫിറ്റ് ഉണ്ട്. ചെറിയ കുട്ടികളിപ്പോൾ നമുക്ക് ഭയങ്കര പേടിയുണ്ടാവില്ല, വലിയ ആൾക്കാർ പേടിയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ധൈര്യം വരാൻ തുടങ്ങി, ഭയങ്കര കോൺഫിഡൻസ് ബിൽഡായി. പിന്നെ ഒരു വർഷമൊക്കെ ട്രെയിൻ ചെയ്താൽ എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പോകും. കാരണം ഇതിലുള്ള ഫൈറ്റ് നമ്മളിപ്പോൾ ആരെങ്കിലും അടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ബട്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ. എങ്കിലും ഇടിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? ഇടിക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ല, ഇടിക്കേണ്ടതല്ല, ഉണ്ടാവും നാട്ടിൽ ചെറിയ ചെറിയ പരിപാടിയൊക്കെ. പക്ഷേ ജീവിതത്തിലല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത് ഞാനൊരു ആഫ്രിക്കൻ തൻസാനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് പോയപ്പോൾ ചെറിയൊരു അടി എന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു ഒരു ആഫ്രിക്കൻ ഒരു വിശദീകരിച്ച് പറയണോ? അത് വിശദീകരിച്ച് ജനങ്ങൾക്ക് വിശദീകരിച്ച് കേൾക്കാൻ അടി. ഞാനിതിൻ്റെ ഒരു റീൽസ് പണ്ട് സംഭവം നടന്നവിടെ ചെയ്തായിരുന്നു.
ആക്ച്വലി നമ്മളൊരു തൻസാനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് പോയി. ഓക്കെ, അവിടുന്ന് സൻസിബാർ എന്ന് പറയുന്ന ഒരു ദ്വീപിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ മറ്റേ വെറൈറ്റി കുറേ കാര്യങ്ങൾ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്താണ് വെറൈറ്റി? വെറൈറ്റി എന്ന് പറയുമ്പോൾ ഒരു കുളം പോലത്തെ ഒരു സാധനമാണ്, പക്ഷെ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഇങ്ങനെ വള്ളിയിൽ നമുക്ക് മരുത്തൊന്ന് തൂങ്ങിയിട്ട് പോയിട്ട് അതിൽ ചാടാൻ പറ്റും. അങ്ങനത്തെ കുറേ വെറൈറ്റി എന്തൊക്കെ ഉണ്ടേ. അപ്പോൾ ഈ ദ്വീപിലേക്ക് പോകുമ്പോൾ നമുക്ക് ബോട്ടിലാണ് പോകേണ്ടത്. ഓക്കെ, ദ്വീപിലേക്ക് പോയി തിരിച്ചു വരാൻ നമ്മളെ അവിടെ കറങ്ങാനൊരു ബോട്ടിലാണ് പോകേണ്ടത് അപ്പുറത്തെ സ്ഥലത്തോട്ട്. അപ്പോൾ ഒരു പുള്ളി നമ്മളോട് 50,000 ഷില്ലിംഗ് ആണ് പറഞ്ഞത്. അടുത്ത 50,000 എന്ന് പറയുമ്പോൾ ഭയങ്കര കുറവാണ് ഇന്ത്യൻ കറൻസി വെക്കുമ്പോൾ. അപ്പോൾ അയാൾ പറഞ്ഞ് 50,000 കൊടുത്താൽ മതി, ഒരു മീഡിയേറ്റർ. ബോട്ടിൻ്റെ ഡ്രൈവർ നമ്മൾ പോയി വന്നപ്പോൾ 60,000 ഷില്ലിംഗ് ചോദിച്ചു. 10,000 എക്സ്ട്രാ ആണ്. ഇന്ത്യൻ റുപ്പീസ് കണക്ക് കൂട്ടുമ്പോൾ ഭയങ്കര ചെറിയ പൈസയുള്ളൂ. നമുക്കത് കൊടുത്തിട്ട് സോൾവ് ചെയ്താലും മതി. പക്ഷേ നമ്മളെ 4 ആളുണ്ട് അതിന്. ഒരാൾക്ക് തീരെ അങ്ങനത്തെ സാധനം ശരിയാകുന്നില്ല. വെറുതെ കൊടുക്കണ്ടല്ലോ, പറഞ്ഞ റേറ്റിനേക്കാൾ കൂടുതൽ. അപ്പോൾ പുള്ളി തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബോട്ടിൻ്റെ ഡ്രൈവർ അത്യാവശ്യം നല്ല കാണാൻ നല്ല അറിയാലോ, ആഫ്രിക്കൻസ് അത്യാവശ്യം നല്ല പവറുള്ള. അപ്പോൾ പുള്ളീനെ ഇങ്ങനെ കോളറിൽ പിടിച്ചു, ഇങ്ങനെ കൈ കൊണ്ട് ഇടിക്കാൻ പോയി. അപ്പോൾ എന്തായാലും നല്ല പണിയാവുന്ന ഉറപ്പാണ്. കാരണം ഇടിച്ചാൽ ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ എന്താ ഒന്നിച്ചുള്ള ആളല്ലേ, തീർച്ചയായിട്ടും എന്തായാലും നമ്മളും കൂടി കാര്യം പോലെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻസ് ഒഴിവാക്കാന്നുള്ള രീതിയിൽ ഞാൻ പുള്ളീനെ ചുമ്മാ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു. ലോക്ക് എന്ന് പറയും, ഈ മാർഷൽ ആർട്സിൽ കുറേ ലോക്സ് ഉണ്ട്. പുള്ളിക്കാരനെ പിടിച്ചപ്പോൾ പുള്ളി അതിലൊരാൾക്ക് അടുത്ത ഭാഷ അറിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇയാൾ ഭയങ്കര പ്രഷറിലുണ്ട്, അയാൾ വിടുന്നത് നല്ലതായിരിക്കും, കാരണം അയാൾ വിട്ടെങ്കിൽ എന്തെല്ലാം ചെയ്യുമെന്നെല്ലാം ഈ ഭാഷയിൽ പറയുന്നുണ്ട്. ഞാൻ കുറേ നേരം ടൈറ്റ് ചെയ്തിട്ട് പിടിച്ചൊരു 4 minutes 5 minutes അയാൾക്ക് കുറച്ചൊരു ടയേർഡായി. നമ്മൾ ഒരാളിങ്ങനെ ടൈറ്റിൽ പിടിക്കുമ്പോൾ പിന്നെ ഇതാവുമല്ലോ. അങ്ങനെ ഒരു 7 minutes ആയപ്പോൾ ഞാൻ താഴോട്ട് കാലിൽ ഇങ്ങനെ പൊക്കിയിട്ട് താഴെ നിലത്ത് കിടത്തിയിട്ട് കുറേ ക്രിയകൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ. ഇങ്ങനത്തെ ഇതൊക്കെ അറിയാം. അങ്ങനെ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനം. അതായത് ആൾക്ക് ഇഞ്ചൂടൊന്നും ആവില്ല, ആള് മരിച്ചു പോകില്ല, അല്ലെങ്കിൽ ബോധം കേടില്ല. സിമ്പിളായിട്ട് നമുക്ക് ഒരാളെ നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഒരു 7 minutes കഴിഞ്ഞതിന് ശേഷം നിലത്ത് കിടത്തിയിട്ട് കുറച്ചും കൂടി കാലിലും കൂടി ഇതാക്കിയപ്പോൾ അയാൾ ഫുൾ ടയേർഡായി. പിന്നെ ആൾ പറഞ്ഞു, ഐ എം ടയേർഡ്, പ്ലീസ് ലീവ് മീ എന്നല്ല പറഞ്ഞിട്ട് പുള്ളി അയാൾക്ക് പറ്റൂലേ, അതെ. അപ്പോൾ ഞാനും പറഞ്ഞു, ഞങ്ങൾക്കും ഫൈറ്റ് ചെയ്യണമെന്ന് താല്പര്യമില്ല, ബട്ട് നിങ്ങൾ ഫ്രണ്ടിൽ അടിക്കാൻ പോയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പുള്ളീനെ വിട്ടു. എന്നിട്ട് ആ പൈസ കൊടുത്തു. ഫസ്റ്റ് പൈസയും കൊടുത്തു. അല്ല, ഇടിയല്ല, ആക്ച്വലി പിടിച്ചത് മാത്രമാണ്. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് അതല്ല, ഇത് പഠിച്ചുകൊണ്ടുള്ളൊരു ഗുണമായിട്ട് തോന്നിയതാണ്. ഇല്ലെങ്കിലില്ലേ ചിലപ്പോൾ പുള്ളി എൻ്റെ ഫ്രണ്ടിനെ അടിക്കുമ്പോൾ ഞാൻ തിരിച്ചെന്തായാലും അടിക്കുമല്ലോ. ഈ ബ്ലഡൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയാവും. ചിലപ്പോൾ പോലീസ് വേറെ രാജ്യത്താണ്, ഊരി പോരാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്, വലിയൊരു സംഭവം. ചിലപ്പോൾ അയാളെ ഗ്യാങ്കെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ 2 ആൾ ഗണ്ണെടുത്തോണ്ട് വന്നാൽ നമ്മളെ ഷൂട്ട് ചെയ്താൽ കഴിഞ്ഞില്ലേ. പക്ഷെ അതൊന്നും ചിന്തിച്ചില്ല. ആ സമയം അടിച്ച് നമ്മളെ നേടുകയില്ല എന്നുള്ളത് ഒരു ആത്മവിശ്വാസമാണ്. ഉറപ്പായിട്ടും കോൺഫിഡൻസ്. വെപ്പൺസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പിടിച്ചേക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ബോംബ് എറിയുന്നത്, പിന്നിൽ നിന്നും വെടിവെക്കുന്നത്, അതൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, സിനിമയിൽ മാത്രം. അങ്ങനത്തെ അതുപോലെ തന്നെ ഇതിപ്പോൾ പറഞ്ഞത് അന്താരാഷ്ട്ര ലെവലിലുള്ള ഒരു അനുഭവമാണ്. അനുഭവമാണ്. നമ്മുടെ നാടൻ തല്ല് നമ്മുടെ കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇടി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇടി ആക്ച്വലി കോളേജ് ലൈഫിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇല്ല, അങ്ങനല്ല. നാട്ടിൽ ചെറിയ ചെറിയ പരിപാടിക്ക് അങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ഇടിയൊക്കെ നടന്നിട്ടുണ്ടോ, അത്രേ ഉള്ളൂ. ആ ഓർമ്മകളൊന്നും പങ്കുവെച്ചേ. ഇപ്പോൾ അല്ല, കുറേ മുമ്പ് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കഞ്ചാവ് പോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യാപകമാണ്. കുറേ മുമ്പ് നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് അല്ല, നാട്ടിലുണ്ടായ ഈ സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സ്കൂളിലത്തെ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നുള്ള സംഭവം അറിഞ്ഞിട്ട് അങ്ങനെ നാട്ടിലൊരു 5-6 പേരെ ഒരു സമയത്ത് തല്ലീന. അതാണ് ഉള്ളത്. പക്ഷെ അത് ഇപ്പൊ പറയുമ്പോ ഇപ്പൊ വലിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല അത് എന്താണെങ്കിലും നമുക്ക് അല്ല, ഇത് വലിച്ചുകൊണ്ട് ഇടിക്കേണ്ട. അല്ല, ഇത് വലിക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ശരിയെന്നല്ല, ഓരോരുത്തരുടെ തീരുമാനമാണ്. അങ്ങനെ ഒരിക്കലും പറയരുത്. അല്ലല്ല, ഞാൻ ആ ഒരു രീതിക്ക് പറഞ്ഞല്ല. ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് ചൂസ് ചെയ്യാം, ചിന്തിക്കാം. വിഷം എന്നുള്ള സാധനം നമുക്ക് കുടിച്ചങ്ങ് മരിക്കുമെന്ന് നമുക്കറിയാം, കുടിക്കണോ ഇല്ല എന്നുള്ളത് നമ്മളെ ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ ആക്ച്വലി ഇത് വലിക്കണോ ഇല്ലെന്നുള്ള ബുദ്ധിപരമായിട്ട് നമുക്ക് തീരുമാനിക്കാം. കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുവാണെങ്കിൽ, അത് സംസാരിച്ചു പോകണമെങ്കിൽ വലിയ രീതിയിലോട്ട് സംസാരിച്ചു കൊണ്ടുവരും. നമ്മൾ ചിന്തിച്ചാൽ തന്നെ യു-പിയിൽ അക്കോരികൾ ഇത് സുലഭമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. കുറേ സ്ഥലത്ത് ലീഗലാണ് അവിടെ. അല്ല, അക്കോരികൾക്ക് ഇത് ഉപയോഗിക്കാനുള്ള ഒരു അവകാശം കൊടുത്തിരിക്കുക. അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരെ കേസ് ചാർജ് ചെയ്ത് അകത്താക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അവർ കിലോ കണക്കിന് സാധനം എടുക്കുന്നു, വലിക്കുന്നു, ഇരിക്കുന്നു, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു. അതുപോലെ ഇത് ശിവമൂലിയാന്ന് അവകാശപ്പെടുന്ന
ഒരു വിഭാഗമുണ്ട്, ഇത് ലീഗലൈസ്ഡ് ആക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലേ? ചില രാജ്യത്ത് ഇത് ലീഗലാണ്. ഞാൻ നെതർലാൻഡ്സിലുണ്ടായ സമയത്ത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കഞ്ചാവൊക്കെ ഇങ്ങനെ ഷോപ്പിൽ വിൽക്കും. ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ അല്ല, ഇത് ഈ അടിച്ചത് അന്ന് ആ ഒരു കുറേ വർഷം മുമ്പ് കഞ്ചാവ് എന്ന് പറയുന്നത് ഇന്നാണ് ചിലപ്പോൾ അടിക്കുകയല്ല, ഇന്നാണെങ്കിൽ ഉപദേശിച്ചു വിടാൻ നോക്കും, ഇത് അത്ര നല്ലതല്ല എന്നുള്ള ആ രീതിക്ക്. പണ്ട് ഭയങ്കര എക്സ്ട്രീമാണ്, നമ്മളൊന്നും കാണാത്ത അല്ലെങ്കിൽ കേൾക്കാത്തൊരു സംഭവം അല്ലേ. ഇപ്പോൾ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ബെറ്റർ കൺവിൻസ് ചെയ്യുന്നതായിരിക്കും, അല്ലാണ്ട് അടിച്ചിട്ട് സൊല്യൂഷൻ ആക്കേണ്ട ഒരു സാധനമല്ല. അല്ലാതെ കോളേജ് സമയത്തൊന്നും അങ്ങനെ ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ. അതൊരു നഷ്ടബോധമായിട്ട് തോന്നാറുണ്ടോ ഇപ്പോൾ? ഇല്ല. ഞാൻ ഭയങ്കര ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായ ഒരു ഫാമിലി. അല്ലല്ലോ, മൊത്തം നമുക്ക് അതിൽ പോഡ്കാസ്റ്റ് ആണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രോയുടെ ജീവിതത്തിലൂടെ കൂടി നമുക്കൊന്ന് സഞ്ചരിച്ചിങ്ങനെ പോകാം. ജനിച്ചത് കാസർഗോഡാണ്. ഫുള്ള് കാസർഗോഡ് എന്ത് സാധനമല്ലേ അത് അങ്ങനെ ആ തരത്തിലൊന്ന് ഈ കഴിഞ്ഞ തവണ ഞങ്ങളുടെ അടുത്ത് വന്നത് ഇതുപോലെ തന്നെ അത് കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച ആളെ കൊണ്ട് ഒരു കാസർഗോഡ് ഭാഷ സംസാരിപ്പിച്ചിരുന്നു. നിങ്ങൾ പറയുന്ന സാധനങ്ങൾ മനസ്സിലാവുന്നില്ല എന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്. അങ്ങനെയാണ് സത്യം പറഞ്ഞാലേ. ഞാനിപ്പോൾ എറണാകുളത്ത് ക്ലാസ് തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഇംഗ്ലീഷ് അത്യാവശ്യം മനസ്സിലാവും. ഓക്കെ, ഞാൻ ക്ലാസ് മോസ്റ്റ്ലി എടുക്കുന്ന ഇംഗ്ലീഷാണ്. കാരണം മലയാളം സംസാരിക്കാനുള്ള ഒരു കഷ്ടപ്പാടില്ലേ, അത് കാസർഗോഡുകാർക്ക് മാത്രം അറിയുന്ന ഒരു സാധനമായിരിക്കും. ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് നിങ്ങൾക്കൊരു നീട്ടം കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, സത്യം പറഞ്ഞ കുറേ കാര്യം ആർക്കും മനസ്സിലാവില്ല. നമ്മൾ ഇപ്പോൾ ഇത്രയും ഈ കന്നഡയും കൂടി അല്ലെ മിക്സ്ഡ്, കന്നഡ മാത്രമല്ല, സപ്തഭാഷ എന്നുള്ള ഒരു 7 ഭാഷകൾ സംസാരിക്കുന്ന 7 ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മിക്സ് ആയിട്ടുള്ള കുറച്ച് തുളു ഭാഷ കയറി വരുന്നത്, അതിൻ്റെ കുറച്ച് സ്ലാങ് ഉണ്ട്. അതേപോലെ കന്നഡ, എല്ലാ ഭാഷയും കുറച്ചാണ്. പക്ഷെ മലയാളം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഭയങ്കര ടഫാണ് കേട്ടോ. ഇപ്പോൾ സംസാരിക്കുന്നതാണെങ്കിൽ പോലും മലയാളം എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതെ, ഞങ്ങൾക്കിപ്പോൾ റീൽസ് ഇല്ലേ, ഈ ബാക്കി കാര്യങ്ങളൊക്കെ റീൽസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഡയലോഗൊക്കെ ഇട്ടിട്ട് കുറച്ച് ആക്ഷൻ സീക്വൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, ബട്ട് ഭാഷ അതിന് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ മ്യൂസിക് ഇട്ടിട്ട് ഇപ്പം എത്ര നാളായി ഇപ്പോൾ കൊച്ചിയിൽ? ഇവിടെ ഇപ്പം എത്ര നാളായി? ഒരു വർഷം 2 മാസം. ഒരു 3-4 വർഷം കഴിയുമ്പം ഇതിലേക്കൊന്ന് നമ്മൾ കൂടുന്നിടവുമായിട്ട് നമ്മൾ ഇഴകിച്ചേരുന്നല്ലേ? അതെ, അങ്ങനെയാണ് പറയാറ്. അങ്ങനെ ഞാൻ പറയാറുന്നില്ല, അങ്ങനെയാണ്. അത് റെഡി ആയിക്കോളൂ അപ്പം. അതെ, പക്ഷെ നമ്മൾ കൂടെ ഉള്ളത് കാസർഗോഡ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് തന്നെ പോകുന്നത് അങ്ങനെ ഒരു ഇതുണ്ട്. അല്ല, ഈ പറഞ്ഞു വന്നത് ഒരു ഫിനാൻഷ്യൽ ക്രൈസിൻ്റെ കാര്യം. ഫിനാൻഷ്യൽ ഭയങ്കര ക്രൈസിസ് ഉണ്ടായിരുന്നു ഞാൻ ചെറിയ സമയത്ത്. ഇപ്പോൾ റീസെൻ്റ് ആണ് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ട് വന്നത്. അപ്പം ഉപ്പാക്ക് വണ്ടി കച്ചവടം അങ്ങനത്തെ പരിപാടിയായിരുന്നു. നമുക്ക് സ്ഥലത്തിൻ്റെ. അതെ, ഉമ്മ 5 വർഷം മുമ്പ് മരിച്ചുപോയി. അപ്പോൾ ഞാൻ സ്കൂളിൽ പെട്ടെന്ന് ഈ +2 നിർത്തിയതും കുറച്ച് ബാധ്യത ഒക്കെ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പണിക്ക് പോയി. ഉമ്മാക്ക് ആക്ച്വലി ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കോവിഡ് ടൈമിൽ ന്യൂമോണിയ വന്നു. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചല്ലേ? അതെ, പെട്ടെന്ന് എന്തൊക്കെ വന്നാലും അതൊരു പിന്നെ നഷ്ടം. ആ ലോസ് വേറെ ആർക്കും നികത്താൻ പറ്റില്ല. അയ്യോ, ഒരിക്കലും. പകരം കിട്ടാത്ത 2 പേരേ ഉള്ളൂ ലൈഫിൽ. അത് അച്ഛനും അമ്മയുമാണ്. ബാക്കി ആരെയും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മരിച്ചോ എന്ന് പറയുന്നതിനോളം ടഫായിട്ടുള്ളൊരു പരിപാടി ഒന്നും ഉണ്ടാവില്ല. അത് ഭയങ്കര സംഭവമാണ്. ഇപ്പോഴാണെങ്കിലും ഇല്ല, ഉമ്മാനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. അത് ഉമ്മ ഉപ്പ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇനി നമ്മുടെ സിബ്ലിങ്സ് ആണെങ്കിലും വൈഫ്, കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കല്യാണം കഴിച്ചു 2 കുട്ടികളുണ്ട്. എല്ലാവരും ഭയങ്കര ക്ലോസസ്റ്റ് ആൾക്കാരല്ലേ. ഇങ്ങനത്തെ ആൾക്കാർ എന്തെങ്കിലും സംഭവിക്കുന്നു പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര. അല്ല, എനിക്കത് പലതവണ എനിക്ക് ഫീൽ ചെയ്യുന്ന എവിടെയാണെന്ന് അറിയാം. നമ്മൾ ഈ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കഴിക്കാൻ കയറുമ്പോൾ ഫുഡിലല്ല എനിക്ക് തോന്നുന്നത്, ഉമ്മ വിളമ്പിത്തരുന്ന ഒരു രീതിയുണ്ട്. അത് വേറെ ആർക്കും വേറെ ആർക്കും അത് പകരമാകാൻ പറ്റില്ല. ഒരു ഭാര്യയ്ക്കും ആകാൻ പറ്റിയല്ല, ഒരു അനിയത്തിക്കും ആകാൻ പറ്റിയല്ല, ഒരു ചേട്ടത്തിക്കും ആകാൻ പറ്റിയല്ല. ഉമ്മയുടെ ആ സ്നേഹം എന്ന് പറയുന്നത്. ഞാനും ഉമ്മയൊക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. സോ പുറത്തിറങ്ങുമ്പോൾ എല്ലാം വിളിച്ചുകൊണ്ടിരിക്കും. എനിക്കൊന്നും ഒരു ദിവസം 10-15 പ്രാവശ്യമൊക്കെ വിളിക്കും. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ കോളും അങ്ങനെ കോൾ ചെയ്യാൻ ഉപ്പൊക്കെ വിളിക്കും 1-2 പ്രാവശ്യം. അതിൻ്റെ അകത്തും കൂട്ടിച്ചേർക്കേണ്ട കാര്യമുണ്ട്. 15 തവണ വിളിക്കുമ്പോൾ നമ്മൾ ഒരു തവണ എടുക്കുകയുള്ളൂ. അല്ലല്ല, ഞാൻ എടുക്കുമായിരുന്നു. വളരെ മോശം കാര്യത്തിൽ 15 തവണ വിളിക്കുമ്പോൾ ഉമ്മ വിളിക്കാം എന്നിട്ട് ഫോൺ കട്ട് ചെയ്യും. പിന്നെ വിളിച്ചു ഇല്ലാതായിരിക്കും. കണ്ണിന്റെ വില അറിയില്ല ഉറപ്പായിട്ട്. അമ്മ ബ്രോ പറയുമ്പോൾ എനിക്ക് അതൊക്കെ ഉള്ള സമയത്ത് നമ്മൾ മാക്സിമം സമയം കൊടുക്കലാണ് നല്ലത്. പിന്നെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല.
അതുപോലെ തന്നെ എന്താ അതിനുശേഷം ഈ അല്ല ഉപ്പ ഇപ്പോഴും ഓക്കെയാണ്, ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഉപ്പ ജോലിയൊന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഉപ്പ വണ്ടി കച്ചവടമായിരുന്നു, അപ്പോൾ അത് ഭയങ്കര ലോസായി. പിന്നെ കുറേ കടം വന്ന് ഉപ്പാൻ്റെ ഒരു കണ്ണിന് ഒരു ഓപ്പറേഷൻ വന്ന്, അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് സ്കൂൾ മതിയാക്കിയിട്ട് ഇങ്ങനെ പറ്റുന്ന പോലെ. അത്യാവശ്യം പഠിക്കുന്ന ആളായിരുന്നു? ഒരുവിധം പഠിച്ചുകൊണ്ടായിരുന്നു, ഭയങ്കര പഠിക്കുന്ന ആളൊന്നും പഠിച്ച് രക്ഷപ്പെടില്ലാന്ന് തോന്നിയോണ്ട് നിർത്തിയതല്ലേ? സത്യം അങ്ങനെയല്ല. ബട്ട് സ്കൂൾ ഭയങ്കര എൻജോയ് എനിക്ക് ഭയങ്കര ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കും. ചെറിയ ചെറിയ ക്ലാസ്സിലുള്ള സമയത്താണെങ്കിലും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ +2 പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് യൂണിഫോം വാങ്ങിക്കാനുള്ള പൈസ പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ കുറേ പ്രാവശ്യം സ്കൂളിൻ്റെ പുറത്തായിരുന്നു. അങ്ങനെയൊക്കെ നല്ല നേരെ പണിക്ക് പോകുന്നതാണ് ബെറ്റർ എന്ന് തീരുമാനിച്ചിട്ട്. മനസ്സിലായി. അല്ലാതെ ഇനി അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം ഉണ്ടായില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാം. അങ്ങനെയല്ല, പഠിക്കുക എന്തായാലും ബേസിക് എഡ്യൂക്കേഷൻ വേണമല്ലോ, എല്ലാവർക്കും നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ വേണം. +2 ജയിച്ചിരുന്നോ? +2 പരീക്ഷ എഴുതിയില്ല. +2 3 മാസം മാത്രമാണ് പോയത്, പിന്നെ നിർത്തി. ഇപ്പോൾ ഈ വാഴ 2 ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയില്ല. സ്കൂൾ ലൈഫ് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെയാണ്. ഭയങ്കര ഫണ്ണായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എൻജോയ്മെൻ്റ് ഉള്ള ഒരു നാടൊന്നുമല്ല, ചെറിയൊരു ഗ്രാമം. അപ്പോൾ അതിനേക്കാളും ചെറിയ ഗ്രാമത്തിലാണ് സ്കൂളുണ്ടായത്. കുറേ നടന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഒരു കുന്നിലാണ് സ്കൂളുള്ളത്. അപ്പോൾ അങ്ങനെ സ്കൂൾ ലൈഫ് മിസ് ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോഴും വിഷമമൊന്നുമില്ല? എന്നാലും വിഷമമുണ്ട് ചെറുതായിട്ട്. ഇല്ല, ഇപ്പോഴത്തെ ടൈമൊക്കെ ആയിരുന്നു കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നാറുണ്ട്. ഇനി കുറച്ച് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അത്യാവശ്യം ജീവിതകഥകളൊക്കെ പറഞ്ഞു തോന്നുന്നു. അപ്പോൾ മാരീഡാണോ ആള്? മാരീഡാണ്. 2 കുട്ടികളും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏജ് എത്രയുണ്ട്? 36 വയസ്സുണ്ടല്ലേ? അപ്പോൾ ഇതെങ്ങനെ ഈ പ്രായമാകാതെ ഇതെങ്ങനെ തോന്നിപ്പിക്കുന്നത്? ഞാനൊരു 10, 28, 29 വയസ്സുള്ള നാട്ടോ. സന്തോഷമായല്ലേ? സന്തോഷമായി. അപ്പോൾ എപ്പോഴായിരുന്നു വിവാഹമൊക്കെ? അതെങ്ങനെയാണ്? അത് പ്രണയമായിരുന്നോ? എൻ്റെ സ്റ്റുഡൻറ്റിനാണ് കഴിച്ചത് കല്യാണം. ശരി. അത് വല്ലാത്ത ആ കഥയൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇല്ല, അതിൽ ഭയങ്കര സെറ്റപ്പ് കഥയൊന്നുമല്ല. ജസ്റ്റ് ക്ലാസ്സിലേക്ക് വന്ന് 2-3 ബെൽറ്റ് ഒരു വർഷത്തിന് മേലെ പ്രാക്ടീസ് ചെയ്തായിരുന്നു. പിന്നെ എപ്പോഴും കാണുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ഒരാളോട്. അതെങ്ങനെ മുട്ടിട്ടു? ആര് പറഞ്ഞു? ഞാൻ അങ്ങോട്ടാണ് പ്രൊപ്പോസ് ചെയ്തത്. ഞാൻ അങ്ങോട്ട്. അതെ. ഈ പ്രണയത്തെക്കുറിച്ച് പറയൂ. പ്രണയം കേൾക്കാൻ നല്ല രസമല്ലേ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ല, അങ്ങനെ ഭയങ്കര ഹൈ, അതും ഒരു സാറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള പ്രണയത്തിൽ കുറച്ചും കൂടി രസകരമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ കാണും. അങ്ങനെയല്ല, നമ്മൾ സ്ഥിരം കാണുമ്പോൾ ചില ആൾക്കാരെ ചിലപ്പോൾ ക്യാരക്ടർ അങ്ങനെ ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെ പിന്നെ കണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് പ്രൊപ്പോസ് ചെയ്ത് പുള്ളി ഓക്കെ പറഞ്ഞ് ഇപ്പോൾ 2 കുട്ടികളായി. നല്ല അടിപൊളിയായിട്ട് പോകുന്നു മുന്നോട്ട്. സകുടുംബം. ചെറിയ കുഞ്ഞിന് 40 ദിവസം പ്രായമുള്ളൂ, 40 days. അപ്പം വലിയ മോള് 2.5 വയസ്സ്. ചെറിയ കുട്ടികൾ. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രണയ കല്യാണങ്ങളിൽ സ്വാഭാവികമായിട്ടും വീടുകളിൽ പ്രശ്നം ഉണ്ടാകുന്ന അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല? അല്ല, ഉപ്പാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാവരും 2 സിസ്റ്ററാണ് പിന്നെ ഉള്ളത്. എല്ലാവരും ഓക്കെയാണ്, നമുക്ക് അങ്ങനെ അഗെയിൻസ്റ്റ് ആയിട്ട് അങ്ങനെ പറയാറ് ആരായെങ്കിലും അങ്ങനെ ഇതാക്കല്ല. അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും സംസാരിച്ചു വന്നൊരു വിഷയമായിരുന്നു ഈ ഡ്രഗ്സിൻ്റെ അമിതമായിട്ടുള്ള യുവാക്കളുടെ ഉപയോഗം. ഉറപ്പായിട്ടും അതെനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് പറ്റുന്ന ഒരു കാര്യങ്ങളുമില്ല. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം കളിസ്ഥലങ്ങളാണെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ ഇല്ല, ടർഫാണ് ബഹുഭൂരിപക്ഷം. ഇപ്പം കുറേ ഇടത്തൊക്കെ ടർഫായി. ടർഫിനാണെങ്കിൽ സാമ്പത്തികം കൊടുക്കണം. ബഹുഭൂരിപക്ഷം പിള്ളേരുടെ കയ്യിൽ നമുക്കറിയാം, നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ ഡ്രഗ്സിലേക്കും ലഹരിയിലേക്കൊക്കെ അടിമപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതും ഒരു റീസൺ ആയിരിക്കും ബ്രോ പറയുന്നതോട് വരുന്നത്. ഇത് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലുള്ള ആൾക്കാരും യൂസ് ചെയ്യുന്നതാണ് മറ്റൊരു സൈഡ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മളാ ഒരു ബ്രോക്ക് എത്ര വയസ്സുള്ളത്? എനിക്ക് എത്ര വയസ്സ് തോന്നുന്നു? 23 എൻ്റെ പുണ്യ സന്തോഷം. എനിക്ക് എത്ര വയസ്സുണ്ട്? 26. ഓക്കെ. അപ്പോൾ 23 കൊല്ലം കൂടുതൽ എൻ്റെ ടൈം ആദ്യം പറഞ്ഞത് ഭയങ്കര സന്തോഷമായല്ലേ. പണ്ടൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാനേ ഇഷ്ടമില്ല. അല്ലേ, വയസ്സ് കൂടുതൽ, പ്രായം മുന്നോട്ട് പോകാണല്ലോ, ഭയങ്കര വിഷമമാണ്. അങ്ങനെയാണ്. ഇത് ആ സമയത്ത് അവൈലബിലിറ്റി ഭയങ്കര കുറവല്ലേ, അതുകൊണ്ടായിരിക്കും അത്രയും യൂസ് ചെയ്യാത്തത്. ഇപ്പോൾ ഭയങ്കര അവൈലബിൾ ആണ്. പിന്നെ ഈ സാധനം ചൂസ് ചെയ്യുന്ന ആൾക്ക് ചെറിയ ടീൻ ഏജിലായിരിക്കും നമ്മളിത് ചൂസ് ചെയ്യുന്നത് അല്ലേ, ഒരു 15 വയസ്സിൽ. അപ്പോൾ അത്ര മെച്യൂർഡല്ല. അപ്പോൾ ഈ സാധനം കിട്ടുമ്പോൾ ഒരു ഫണ്ണായിട്ട് തുടങ്ങുകയാണ്.
പിന്നെ ബ്രോക്ക് അറിയാലോ, നമുക്ക് ഡോപ്പമൈൻ ഹോർമോൺ എപ്പോഴും അത് ചോദിച്ചുകൊണ്ടിരിക്കും. അത് കിട്ടാത്തപ്പോൾ ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. അത് ഈ കാര്യത്തിലല്ല, പോൺ വീഡിയോസ് അഡിക്ഷൻ ആണെങ്കിലും എന്ത് അഡിക്ഷൻ ആണ്, ആൽക്കഹോളോ. അപ്പോൾ ഒരു അഡിക്ഷൻ ഉള്ള ഒരാൾക്ക് അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് വേണം. അപ്പോൾ ഈ തുടങ്ങുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ആർക്കും അത്ര അറിവുണ്ടാവില്ലല്ലോ. ആ സമയത്ത് നമുക്ക് പിടിക്കാൻ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ബെറ്റർ സ്കൂൾ ടൈമിൽ തന്നെ കുട്ടികളെ നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കുക. അതേപോലെ ഈ ഫിറ്റ്നസ് എഡ്യൂക്കേഷനിൽ അതിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ പാഠ്യ പദ്ധതിയിൽ വലിയ രീതിയിലുള്ള ഒരു അപാകത ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ശിവൻകുട്ടി സാറിനെ അംഗീകരിക്കണം കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിദ്യാഭ്യാസം, പക്ഷെ പരാജയപ്പെട്ടു പോയി. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പുള്ളി, നല്ല ആശയങ്ങൾ പുള്ളി അങ്ങനെ കൊണ്ടുവന്നൊരു സാധനമാണ് വിദ്യാർത്ഥികളെ കളിപ്പിക്കണം. അല്ലാതെ മറ്റേ നമുക്കുണ്ട് പണ്ട് PT പീരീഡിൽ വന്ന് പഠിപ്പിക്കാൻ വരും സോഷ്യൽ സയൻസ്. ഞങ്ങളുടെ വരുന്നത് എനിക്കൊന്ന് പത്മകുമാർ സാറായിരുന്നു. ഏറ്റവും പൊന്നി എന്തുമാത്രം വെറുപ്പിക്കുമായിരുന്നു സാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വോളിബോളോ ഫുട്ബോളോ നിർബന്ധമാക്കി. കാരണം കൊടുത്തേ പറ്റൂ. ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് മറ്റ് ക്ലാസ്സുകളോ അങ്ങനെയൊന്നും വേണ്ട. കാരണം വിദ്യാർത്ഥി മാനസിക ഉല്ലാസം പോലെ തന്നെ ശാരീരിക ഉല്ലാസവും വേണമെന്നാണ്.